വികസന സ്വപ്നങ്ങൾ പ്രധാന സേവകനെ അറിയിക്കുന്നതിനായുള്ള BJP ജനപ്രതിനിധികളുടെ ഡൽഹി യാത്ര പുരോഗമിക്കുകയാണ്. കേരളത്തിന് പുറത്തും യാത്രയ്ക്ക് വൻ സ്വീകരണമാണ് ലഭിക്കുന്നത്. നാളെ കേരള എക്സ്പ്രസ് ഡൽഹിയിൽ എത്തിച്ചേരും. കേരള എക്സ്പ്രസിൽ നിന്ന് ഗോകുൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഡൽഹിയിലേക്കുള്ള കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളുടെ തീവണ്ടി യാത്ര അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2ാം ദിവസത്തിലേക്ക് യാത്ര കടന്നിരിക്കുകയാണ്. കേരളം വിട്ടുകഴിഞ്ഞിരിക്കുന്നു യാത്ര. കേരളത്തിൽ എല്ലാ സ്റ്റേഷനുകളിലും വലിയ സ്വീകരണമാണ് BJP പ്രവർത്തകരും നേതാക്കളും ചേർന്നുകൊണ്ട് ഈ ജനപ്രതിനിധികൾക്ക് ഒരുക്കിയത്. കേരളത്തിന് പുറത്തേക്കും ട്രെയിൻ എത്തിയപ്പോഴും അവിടെയും തമിഴ്നാട്ടിലടക്കം അവിടുത്തെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും വലിയ സ്വീകരണം ഈ യാത്രയ്ക്ക് ലഭിക്കുകയും ചെയ്തു. എന്തായാലും ജനപ്രതിനിധികളൊക്കെ രാവിലെ തന്നെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും നമ്മളൊക്കെ അവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചിട്ട്, ചേട്ടാ നമസ്കാരം, എങ്ങനെയുണ്ടോ യാത്രയ്ക്ക്? എങ്ങനെയായി? വളരെ സുഖകരമായിട്ടുള്ള യാത്രയാണ്. എന്തായാലും നമ്മളുടെ നരേന്ദ്രമോദിയെ കാണുക എന്നുള്ള ലക്ഷ്യവും ആ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട് തന്നെ എല്ലാ കൗൺസിലർമാരും വളരെ സന്തോഷത്തോടു കൂടി നന്നായിട്ട് ആസ്വദിച്ച് തന്നെയാണ് ഈ യാത്രയിൽ നമ്മൾ പങ്കെടുക്കുന്നത്. നഗരസഭയുടെ വികസന സ്വപ്നങ്ങളോടുകൂടി നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഇനി കുറച്ച് മണിക്കൂറുകൾ കൂടി കാത്തിരുന്നാൽ മതി പ്രധാനമന്ത്രിയുടെ അവിടെ എത്താൻ. നമ്മളവിടെ എത്തി നമ്മുടെ നാടിന്റെ പ്രതിനിധിയായിട്ട് അവിടെ എത്തുന്നു. നമ്മളുടെ നാടിന്റെ വികസന സ്വപ്നങ്ങളൊക്കെ അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളൊരു മറ്റൊരു പാർട്ടിക്കും ലഭിക്കാത്ത ഭാഗ്യമാണ് നിങ്ങൾ ജനപ്രതിനിധികൾക്ക്, BJPയുടെ ജനപ്രതിനിധികൾക്ക് ലഭിക്കുന്നത്. ഉറപ്പായിട്ടും നമ്മളത് പരമാവധി ഉപയോഗപ്പെടുത്തുക തന്നെ ചെയ്യും. തിരുവനന്തപുരം നഗരസഭയിൽ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഉറപ്പോടുകൂടി തന്നെയായിരിക്കും നമ്മൾ തിരിച്ചു വരുന്നത്. വളരെ പ്രതീക്ഷയോടുകൂടിയുള്ള നമ്മുടെ ഈ യാത്ര തുടരുകയാണ്. തീർച്ചയായിട്ടും യാത്ര എൻജോയ് ചെയ്യട്ടെ. എന്തായാലും അങ്ങനെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം എല്ലാവരും വലിയ ആവേശത്തിലും കൂടിയിട്ട് തന്നെയാണ്. ചേട്ടാ എങ്ങനെയുണ്ട് യാത്രയൊക്കെ? എങ്ങനെയുണ്ട്? ഇപ്പൊ 2ാം ദിവസത്തിൽ കടന്നിരിക്കുകയാണ്. സുഖമാണ്. ജനങ്ങളുമായിട്ടുള്ള യാത്രയായിരുന്നു കഴിഞ്ഞ കാലങ്ങൾ അത്രയും. ഇപ്പോൾ ജനപ്രതിനിധികളുമായിട്ടുള്ള യാത്ര തീർച്ചയായിട്ടും വളരെയധികം ആശ്വസിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. നമ്മൾ വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് പോകുന്നത്. നരേന്ദ്രമോദിയെ നമ്മൾ കാണുക, അദ്ദേഹവുമായിട്ട് ആശയവിനിമയം നടത്തുക, നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരിക. അറിയാമല്ലോ, പതിറ്റാണ്ടുകളോളം എക്സ്പീരിയൻസ് ഉള്ളവനാണ് നമ്മുടെ പ്രധാനമന്ത്രി. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും നമ്മുടെ അനുഭവങ്ങളും ഒക്കെ പങ്കുവയ്ക്കുവാൻ ഒരു അവസരം കിട്ടുക എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ്. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ 50 കൗൺസിലർമാരും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ യാത്രയുടെ ഒരു സവിശേഷത, ഇത് നിങ്ങൾ ഔദ്യോഗിക സംസാരങ്ങൾക്ക് അപ്പുറത്തായിട്ട് വീട്ടുകാര്യങ്ങളെ, നാട്ടുകാര്യങ്ങളെ തീർത്തും കാഷ്വലായിട്ടുള്ളൊരു യാത്ര, അതൊരു പ്രത്യേക അനുഭൂതി, ഒരു പുതിയ അനുഭവമാണ്. തീർച്ചയായിട്ടും. അതായത് നമ്മുടെ ഈ 50 വാർഡുകളിലെയും കൗൺസിലർമാരുണ്ടല്ലോ, അവരുടെ വിഷയങ്ങൾ, ചില പ്രദേശങ്ങളിൽ കുടിവെള്ളമില്ല, ഇലക്ട്രിസിറ്റി എത്താത്ത സ്ഥലങ്ങൾ, ഈ കുടിവെള്ളത്തിന് ഡ്രെയിനേജിന്റെ പ്രശ്നങ്ങളുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ വന്നിട്ടും അവരുടെയൊക്കെ മനസ്സിൽ അവരുടെ വാർഡിലെ ജനങ്ങളുടെ വിഷയങ്ങളാണ്. അത് കേൾക്കുകയും അതിനുള്ള പരിഹാര മാർഗങ്ങൾ ആരെ കാണണം, എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ, കഴിഞ്ഞ 10 വർഷം കാലകാലമായ കൗൺസിലറാണല്ലോ ഞാൻ, ഇപ്പം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. അപ്പോൾ അവർ വന്ന് ആ ആശയവിനിമയം നടത്തുമ്പോൾ അവർക്ക് ഈ യാത്ര ചെയ്യുമ്പോഴും അവരുടെ വാർഡിലെ ജനങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് അവർ ഏറ്റവും കൂടുതൽ. കുടുംബകാര്യം വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് പറയുന്നത്. ഇന്ന പ്രദേശത്ത് ഡ്രെയിനേജിന്റെ വിഷയമുണ്ട്, ആറ്റുകാൽ പൊങ്കാല വരുന്നുണ്ട് ചേട്ടാ, നമ്മൾ എന്തെങ്കിലും ജെറ്റ് ക്ലീനിങ് ഇതുവരെ നടന്നിട്ടില്ല എന്നതിനെ കുറിച്ചൊക്കെ അവർ ഈ ഇവിടെ യാത്ര ചെയ്യുമ്പോഴും അവരുടെ ഉള്ളിൽ അവരുടെ വാർഡിലെ ജനങ്ങളുടെ വിഷയമാണ്. എത്രത്തോളം ആത്മാർത്ഥതമായി ചുമയല്ല ഇവരെയൊക്കെ തിരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അർഹതപ്പെട്ടവരാണ് തന്നെയാണ് നമ്മുടെ ഈ 50 കൗൺസിലർമാരും ജനങ്ങൾ ആത്മാർത്ഥമായിട്ട് തിരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത്. അവരുടെ വിഷയങ്ങൾ ഇനി പരിഹരിക്കുക. അതാണല്ലോ രാജീവേട്ടൻ പറഞ്ഞത്, മാറാത്തത് ഇനി മാറും. തീർച്ചയായിട്ടും മാറുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും വളരെ നന്ദി ചേട്ടാ. എന്തായാലും അങ്ങനെ തന്നെയാണ് അത്. അവരുടെയൊക്കെ പ്രതികരണങ്ങൾ, അവർ ആ വാർഡുകളിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ പോലും സദാ അവരുടെ ചിന്തയിലും സംസാരത്തിലും ഒക്കെ ആ വിഷയങ്ങൾ, അവിടുത്തെ വിഷയങ്ങൾ തന്നെ അങ്ങനെ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ചേട്ടാ നമസ്കാരം. യാത്രയൊക്കെ 2ാം ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ്. യാത്ര 2ാം ദിവസം എത്തിയിരിക്കുകയാണ്. വളരെ സന്തോഷകരമായിട്ടാണ് എല്ലാവരും പോകുന്നത്. എല്ലാവർക്കും വളരെ പ്രതീക്ഷയിലാണ്. മോഡിജിയെ കാണാനും ഡൽഹി എത്താനുള്ള പ്രതീക്ഷയിലാണ്. കേരളത്തിന് പുറത്തും വലിയ സ്വീകരണം നമ്മുടെ യാത്രയ്ക്ക് ലഭിക്കുകയാണ്. കേരളത്തിന് പുറത്തുള്ളവരാണ്, അല്ലെങ്കിൽ അവരും നമ്മുടെ ആ വിജയത്തെ അത്രമാത്രം മഹനീയമായി കണ്ടുകൊണ്ട് നമ്മളെ അത്രമാത്രം അവർ ബഹുമാനിക്കുന്നു. അതൊക്കെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? അല്ല, വളരെ സന്തോഷം തോന്നുന്നു. കാരണം കേരളത്തിലുള്ളതിനേക്കാളും ആവേശമാണ് പുറത്തുള്ള ആൾക്കാർക്ക്. കേരളത്തിൽ BJPക്ക് ഇങ്ങനെ തിരുവനന്തപുരം നഗരസഭ കിട്ടിയതിൽ വലിയ സന്തോഷമാണ്. അവർ ഇവിടെ വരുന്നു, നമുക്കെല്ലാം സ്വീറ്റ്സ് തരുന്നു, അതുപോലെ താമരപ്പൂക്കൾ കൊണ്ട് തരുന്നു. അവരുടെ എല്ലാം പിന്തുണ നമുക്ക് അറിയിക്കുകയാണ്. കേരളത്തിലും വളരെ വലിയൊരു മാറ്റം ഉണ്ടായതിൽ
മറ്റ് സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്കും വളരെ വലിയ സന്തോഷമാണ്. തീർച്ചയായിട്ടും. ഏതായാലും എല്ലാവരുടെയും ആ പ്രതികരണങ്ങളിൽ നിന്നും ആ ഒരു സന്തോഷവും ആ ഒരു ആവേശവും ആ ഒരു ആത്മവിശ്വാസവും ഒക്കെ പ്രകടിതമാണ്. കാരണം അത്രമാത്രം ഊർജ്ജം നൽകുന്നതാണ്, ആത്മവിശ്വാസം നൽകുന്നതാണ്. മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം നൽകുന്ന ഒരു യാത്ര തന്നെയായിട്ട് ഈ യാത്ര മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രധാന സേവകനെ കണ്ട് അവരുടെ നാടിന്റെ വികസന സ്വപ്നങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ കിട്ടുന്ന ആ ഒരു അവസരം, അത് മറ്റൊരു പാർട്ടിക്കും അവകാശപ്പെടാൻ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയുടെയും ജനപ്രതിനിധികൾക്ക് അവകാശപ്പെടാൻ സാധിക്കാത്തൊരു നേട്ടം തന്നെയാണ്. എന്തായാലും ആ ഒരു അവസരത്തെ അത്രമാത്രം അസുലഭമാക്കി കണക്കാക്കിക്കൊണ്ടാണ് ജനപ്രതിനിധികൾ കേരള എക്സ്പ്രസിൽ അവരുടെ ഡൽഹി യാത്ര ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ ലഭിക്കുന്ന വലിയ സ്വീകരണങ്ങൾ അത് ഹൃദയപൂർവ്വം ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെ, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള BJP പ്രവർത്തകർ, കേരളത്തിലുള്ള ആ BJP പ്രവർത്തകരുടെ വലിയ വിജയം അതിനെ എത്രമാത്രം മഹത്തരമായി കാണുന്നു എന്നുള്ളതാണ് അവർ നൽകുന്ന സ്വീകരണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. എന്തായാലും ആ സ്വീകരണങ്ങളെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് കേരള എക്സ്പ്രസ് ഇപ്പോൾ കേരളം വിട്ട് രണ്ടാമത്തെ ദിവസത്തെ യാത്ര അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം കേരള എക്സ്പ്രസിൽ നിന്നും ഗോകുൽ രമേശ്, ജനം. രാഖി, ശുഭയാത്ര ഇങ്ങനെ തുടരുകയാണ്. രണ്ടാം ദിവസത്തിലേക്ക് എത്തി. നാളെയാണ് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് എത്തുക. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പ്രധാനമന്ത്രിയുമായി സംവദിക്കുക, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക. അങ്ങനെ ഇവർ പറഞ്ഞതുപോലെ തന്നെ ആ തിരിച്ചുവരവ്